കിഷോർ ചെലവുണ്ട് കേട്ടോ. പിന്നെന്താ? നിങ്ങൾ എപ്പോഴാ വരുന്നേ? ഉച്ചയ്ക്ക് മുമ്പെത്തും. എങ്കിൽ കുഴപ്പമില്ല, എനിക്ക് ജസ്റ്റ് ഒന്ന് പുറത്തു പോകണം, കുറച്ച് ക്യാഷ് എടുക്കാനാ. തിങ്കളാഴ്ച പിള്ളേരുടെ ഫീസ് എടുക്കേണ്ട ദിവസം. ഇനി വഴക്കൊന്നും പാടില്ല, നല്ല കുട്ടികളായി ജീവിക്കണം. റോബിച്ചാൻ വരുന്ന കാര്യം തീരുമാനമായോ? ഓ, പുള്ളിക്ക് ഇപ്പം കുട്ടികളെക്കാൾ സ്നേഹം അയർലൻഡിനോടാ. അടുത്ത വർഷമാകും. അപ്പൊ വേഴാമ്പൽ ഇനിയും മഴ കാത്തിരിക്കണം. എപ്പോഴാ ചെലവ്? സൂര്യൻ എത്തിക്കോട്ടെ. സൂര്യ വന്നിട്ട് ഇനി എന്ത് ചെലവ്? കിഷോർ, ചെലവിന്റെ കാര്യം മറക്കണ്ട കേട്ടോ. ഓക്കെ ഓക്കെ. മോനെ, ഷൂട്ടും കഴിഞ്ഞ് മോഡൽ ബോംബെക്ക് പോയി. നമ്മുടെ പൈസ മാത്രം കിട്ടിയില്ല. അക്കൗണ്ടിലാണ് 2000 രൂപയുള്ളേ. ഞാൻ വിളിച്ചിട്ട് ക്ലയന്റിനെ കിട്ടുന്നില്ല. അതാ രാജീവെ, വണ്ടി പോലും പണയത്തില്ല. ആകെ പൊട്ടി നിൽക്കുന്നോണ്ടാ വിളിച്ച് വിറപ്പിക്കുന്നത്. നീ പെട്ടെന്ന് തന്നെ ഒന്ന് കൈകാര്യം ചെയ്താടാ. നിനക്കറിയാലോ, നമുക്ക് ഈ സെറ്റപ്പുകൾ മാത്രമേ ഉള്ളൂ. പ്രശ്നങ്ങളൊക്കെ തന്നെയാ, ബാങ്കും ലോണും. ഞാൻ ഏതായാലും ഒന്നുകൂടെ വിളിക്കട്ടെ, നമുക്ക് ശരിയാക്കാടാ. ഓക്കെ. ഇല്ലില്ല, 2 മണിക്കൂർ കഴിഞ്ഞ വോയിസ് ടെസ്റ്റ്. അത് വലിയ പ്രോബ്ലം ഇല്ല. ഏതായാലും അവർ ഇംപ്രസ്ഡ് ആണല്ലോ, ഇനി ടെൻഷൻ വേണ്ട. പൂജ, എന്താടാ? അമ്മയും നമ്മളും മാത്രമുള്ള ഒരു കൊച്ചു ജീവിതം, അത് മാത്രമാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി നമ്മൾ ഒരുപാടൊന്നും കാത്തിരിക്കേണ്ടി വരില്ലല്ലോ. ഇനി നിന്റെ അപ്പൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കിയ തട്ടിക്കൊണ്ട് പോരത്തോളൂ മോളെ നിന്നെ. എന്താ 6 അടി പൊക്കോളന്റെ അപ്പന്റെ കസ്റ്റഡിയിൽ നിന്നും നീ എന്നെ തട്ടിക്കൊണ്ടു പോകുന്നത് ഞാനൊന്ന് വിഷ്വലൈസ് ചെയ്തതാ. ഇനി ജിമ്മിലൊക്കെ ഒന്ന് പോണം. കോഴി മസാല ഉണ്ടാക്കാനല്ലേ? സൂര്യ, നീ പുറപ്പെട്ടോ? ഓൺ ദ വേയാ. ഇവിടുന്ന് ശരിക്കും 20 മിനിറ്റ് മതി. പിന്നെ ഈ ബ്ലോക്ക് പരിപാടി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു 40 മിനിറ്റ് എടുക്കും. ഓക്കെ ഓക്കെ, ഞാനെത്താം. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. നിനക്ക് ഇവിടെ പൊടിയും ചുക്കിലിയും ഒക്കെ ക്ലീൻ ചെയ്യാൻ ടൈം? വലിയ ആഡ് ഫിലിം മേക്കർ അല്ലേ?